പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിൽ ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേസമയം തന്നെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് സംസ്ഥാനത്ത് ചൂട് കൂടുന്നു എന്നുള്ളതാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിച്ചേക്കാം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ചൂട് ഗണ്യമായി കുറയുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം ഒറ്റപ്പെട്ട മഴകൾക്കൊന്നും തന്നെ കേരളത്തിൻ്റെ താപനിലയെ കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഉള്ളത് എന്നതുകൂടിയാണ്. അതായത് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് 11 ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് താപനില വളരെയധികം ഉയരുന്ന സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് എന്നതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അവിടെ ആ ജില്ലകളുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ച് പോവുകയാണ്. അതിൻ്റെ ഡേറ്റകൾ അടക്കം ആണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഓൺലൈൻ ഓഫ്ലൈൻ കാർഡുകൾ അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ആ കാർഡുകളിൽ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിൽ ആണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട് എന്നീ ജില്ലകളിൽ ആണ് ഏറ്റവും ഉയർന്ന താപനില ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലും വളരെയധികം ഉയർന്ന ചൂട് ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലത് 36-37 ഡിഗ്രി എന്ന നിലയിൽ ഒക്കെ ആണ് എങ്കിൽ പോലും ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് 40 ഡിഗ്രിയിലേക്ക് വരെ ഉയർന്നേക്കാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതായത് ഡെൻസിറ്റി എന്നത് അന്തരീക്ഷത്തിലെ ഊഷ്മാവ്, അന്തരീക്ഷത്തിൻ്റെ ഡെൻസിറ്റി എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് നമ്മളൊക്കെ പറയുമല്ലോ ഒരു തരം പുകയുന്ന അവസ്ഥ എന്നുള്ളത്. അതായത് 40 ഡിഗ്രിയിലേക്ക് ചൂട് എത്തിക്കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചൂട് എന്നതിനപ്പുറത്ത് ഒരു തരം പുകയുന്ന അവസ്ഥയിലേക്കായിരിക്കും പോവുക എന്നതാണ്. അതായത് അന്തരീക്ഷത്തിലെ ഈർപ്പം അതാണ് ഇതിന് വലിയ വെല്ലുവിളി ആകുന്നത്. ഈർപ്പം ഉള്ള വായു ആണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജില്ലകളിൽ ഒക്കെ തന്നെ ചൂട് കൂടും എന്ന് പറയുന്നത്. മലയോര മേഖലകൾ ഒഴിച്ചുള്ള എല്ലാ ഇടങ്ങളിലും ചൂട് കൂടും. ഉയർന്ന ചൂടാണ് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ പോകുന്നത് എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ. 40 ഡിഗ്രി വരെ ചൂട് കൂടിയേക്കാം എന്നത് തന്നെയാണ് അറിയിപ്പ്. ഒരു പക്ഷേ ചെറിയ മഴ ലഭിച്ചാൽ പോലും ഈ ചൂടിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നില്ല. ഇനി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന വിവരം, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വേനൽ അവധിയിലേക്ക് കടക്കുകയാണ്. സ്കൂളുകളൊക്കെ അടയ്ക്കുന്ന സമയമാണ്, പരീക്ഷ അവസാനിക്കുന്ന സമയമാണ്. യഥാർത്ഥത്തിൽ ആ വേനൽക്കാലത്തിലേക്ക് കടക്കുമ്പോൾ സാധാരണ മാർച്ച് മാസങ്ങളിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വലിയ ചൂടാണ് ഇപ്പോൾ കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്നത് എൽ നിനോ പ്രതിഭാസം എന്നതാണ്. അതായത് പസഫിക് സമുദ്രത്തിൻ്റെ ഭൂമധ്യരേഖയോട് ചേർന്ന മധ്യകിഴക്കൻ പ്രദേശത്ത് സമുദ്രം കൂടുതൽ ചൂട് പിടിക്കുന്നതിനെയാണ് നമ്മൾ എൽ നിനോ എന്ന് പറയുന്നത്. ഈ സമുദ്രം കൂടുതൽ ചൂട് പിടിക്കുമ്പോൾ അത് നമ്മുടെ ഭൂപ്രദേശത്ത് അടക്കം ചൂട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഈ ചൂട് ജലപ്രവാഹം മൺസൂൺ കാറ്റുകളുടെ മുന്നോട്ടുള്ള ഗതിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അനുമാനം. കുറച്ചുകൂടി എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചൂട് കാറ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ ദിശയെ ഒക്കെ ഈ എൽ നിനോ ബാധിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഈ അതികഠിനമായ ചൂടിന് കാരണം. ഇത് മാത്രവുമല്ല, ആഗോള താപനം എന്നൊന്ന് ഉണ്ട്. നമുക്കറിയാം ഭൂമിക്ക് പൊതുവെ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകവ്യാപകമായി ഉണ്ടാകുന്ന ഒന്നാണ്. ഒപ്പം ഈ ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ എന്നത് ലോകത്താകമാനം ബാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കേരളത്തെയും ബാധിക്കുന്നു. ആഗോളതാപനം മൂലം അന്തരീക്ഷത്തിൻ്റെ ശരാശരി താപനില ഉയർന്നിട്ടുണ്ട്. വനനശീകരണം, അതിപ്പോൾ കേരളത്തിലെ വനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്കറിയാം വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ വനവിസ്തൃതി കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആഗോളതലത്തിൽ വനവിസ്തൃതി കുറയുന്നത് അടക്കം ചൂട് കൂടുന്നതിന് കാരണമായി മാറുന്നുണ്ട് എന്നതാണ്. അന്തരീക്ഷ മലിനീകരണം എന്നതും ചൂട് കൂടുന്നതിന് കാരണമാണ്. അപ്പോൾ
പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ചൂട് കൂടുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ മാത്രം ഉള്ള ഒരു സവിശേഷതയോ പ്രത്യേകതയോ ആയി കാണേണ്ടതില്ല. കേരളം എന്നത് ഏറ്റവും സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു എന്നതാണ്. ഏതാണ്ട് 6 മാസത്തോളം നമുക്ക് കൃത്യമായ മഴ ലഭിച്ചിരുന്നു. അതാകട്ടെ അങ്ങനെ അതിശക്തമായ മഴയോ തീവ്രമായ മഴയോ അല്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, നമുക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അറിയാം. ഒരു നിശ്ചിത സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്നു എന്നതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, വെള്ളക്കെട്ടിന് കാരണമാകുന്നത്, ഈ മണ്ണിടിച്ചിലിന് കാരണമാകുന്നത്, ഉരുൾപൊട്ടലിന് അടക്കം കാരണമാകുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല മഴ ലഭിച്ചത്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം അത് കേരളത്തിലും ബാധിച്ചുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇതോടൊപ്പം പ്രേക്ഷകർ ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു തരം പുഴുങ്ങുന്ന അവസ്ഥ, പുകയുന്ന അവസ്ഥ എന്നതൊക്കെയാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളിയെങ്കിൽ ഇപ്പോൾ ഈ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തീവ്രത അത് വർദ്ധിക്കുന്നു എന്നതും അങ്ങേയറ്റം ഗുരുതരമാകുന്ന ഒന്ന് തന്നെയാണ്. അൾട്രാവയലറ്റ് രശ്മികൾ അത് ശരീരത്തിൽ നേരിട്ട് പതിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഇപ്പോഴത്തെ ചൂടിന് ഈ അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത വളരെ കൂടുതൽ ആണ് എന്നതാണ്. ഇപ്പോൾ തന്നെ അത് 4 എന്ന നിലയിലേക്ക് അതിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ഏകകം 4ലേക്ക് എത്തി നിൽക്കുന്നു. അത് 6, 7 എന്ന ലെവലിലേക്ക് എത്തുമ്പോൾ അങ്ങേയറ്റം അപകടകരമാണ്. ശരീരത്തിൽ പൊള്ളൽ ഉണ്ടാകുന്ന സാഹചര്യം, ആ പൊള്ളലോ അല്ലെങ്കിൽ ഗുരുതരമാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കോ ഒക്കെ കടക്കുന്ന തരത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ആണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കൃത്യമായി ജാഗ്രത പുലർത്തണം ജനങ്ങൾ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. നിരവധിയായ നിർദ്ദേശങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദാഹിക്കുന്നില്ല എങ്കിൽ പോലും നിർജ്ജലീകരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ കൃത്യമായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ ഏതാണ്ട് 3 മണി വരെയുള്ള സമയം എന്നത് പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, എങ്ങനെയും വെയിലിനെ തടയാൻ പറ്റുന്ന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണം എന്നാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നതാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സൂര്യാതപം ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ ആണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ അടക്കം നേരിട്ട് പതിക്കുമ്പോൾ ഇതോടൊപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നത് സൂര്യാതപത്തിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ത്വക്ക് രോഗങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. നേത്രരോഗങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം നിർജ്ജലീകരണം എന്ന അവസ്ഥ നമുക്കുണ്ടാവുകയും നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഈ ചൂടുകാലത്ത് ഫാൻ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഫാൻ ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം ബാഷ്പീകരിച്ച് പോകുന്ന, ഒരുപക്ഷെ നമ്മൾ ഈ വസ്ത്രമൊക്കെ ഉണങ്ങാൻ ഫാനിന് കീഴിൽ ഇടാറുണ്ട്. അപ്പോൾ ഈ ഫാനിന് കീഴിൽ എങ്ങനെയാണോ വസ്ത്രം ഉണങ്ങുന്നത്, അവിടെ ജലത്തെ വലിച്ചെടുത്ത് ആഗിരണം ചെയ്ത് പുറന്തള്ളുന്ന സാഹചര്യമാണെങ്കിൽ നമ്മുടെ ശരീരത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിരവധിയായ ശാരീരിക അസ്വസ്ഥതകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം വളരെ കൃത്യമായി മുന്നറിയിപ്പ് കൂടി വിദഗ്ധർ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ നിന്ന് ഈ ചൂടുകാലത്ത് ഏറ്റവും അധികം കരുതൽ ഉണ്ടാകേണ്ടത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആണ് എന്ന് പറയുമ്പോൾ പോലും പുറത്തേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ നിരവധിയാണ്. ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ, നമുക്കറിയാമല്ലോ, മത്സ്യത്തൊഴിലാളികൾ പുറംകടലിലും ഒക്കെ പോയി മത്സ്യബന്ധനം നടത്തുന്നവർ ആണ്. അവർക്ക് നല്ല ചൂടായിരിക്കും ഈ സമയത്ത് അനുഭവപ്പെടുക. പ്രത്യേകിച്ച് ചെറുവള്ളങ്ങളിലും ചെറു ബോട്ടുകളിലുമൊക്കെ മത്സ്യത്തൊഴിലാളികൾ പോകുമ്പോൾ അവർക്ക് ഈ ചൂടിനെ മറികടക്കാൻ മറ്റ് മാർഗങ്ങളില്ല. വലിയ ഷിപ്പുകളിലോ വലിയ ബോട്ടുകളിലോ ഒക്കെ അതിന് സൗകര്യമുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ബൈക്ക് യാത്രക്കാർ കൃത്യമായ കരുതൽ, അവർക്ക് നേരിട്ട് സൂര്യകിരണം പതിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ പോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ കൂടുതൽ വ്യാപകമായതോടുകൂടി ഗിഗേഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളൊക്കെ ബൈക്കിൽ ആണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ കൃത്യമായി ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ചർമ്മരോഗങ്ങൾ ഉള്ളവർ, അവർ ഉറപ്പായും കരുതൽ പുലർത്തണം. അവർ ഒരു കാരണവശാലും സൂര്യകിരണങ്ങൾ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. ഒപ്പം നേത്രരോഗങ്ങൾ ഉള്ളവരും ഈ സമയത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗം ബാധിതർ ആയിട്ടുള്ളവരും ഈ സൂര്യാതപം അല്ലെങ്കിൽ സൂര്യകിരണങ്ങൾ ഏൽക്കാതെ കഴിയുന്നത്ര ഒഴിവാക്കുക. യാത്രകൾ, അനാവശ്യ യാത്രകളെല്ലാം ഒഴിവാക്കണം എന്നുള്ളതാണ്. ഒപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നത് നമ്മുടെ സമൃദ്ധമായ ജല സംഭരണികൾ എന്നത് തന്നെയാണ്. നമ്മുടെ 44 പുഴകൾ, അതോടൊപ്പം തന്നെ നിരവധിയായ കായലുകൾ, കുളങ്ങൾ. അങ്ങനെ മലയാളികൾക്ക് ജലം എന്നതൊരു ക്ഷാമമേ അല്ല എങ്കിൽ ഇപ്പോൾ
ഈ വറുതിക്കാലമോ അല്ലെങ്കിൽ വേനൽക്കാലമോ എന്നതൊക്കെ വരൾച്ചയുടെ കാലഘട്ടം കൂടിയാണ്. നമ്മുടെ നദികൾ വരണ്ടുണങ്ങുന്ന കാലഘട്ടം ആണ്, നമ്മുടെ കിണറുകൾ വറ്റിവരളുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ ശുദ്ധജലക്ഷാമത്തിനുള്ള വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലെ ജലം അമൂല്യം തന്നെയാണ്. അത് അനാവശ്യമായി നശിപ്പിക്കാതിരിക്കുക. ഈ ശുദ്ധജലം എന്നത് പ്രത്യേകിച്ച് മലിനമാകാതെ സൂക്ഷിക്കുക. കിണറുകൾ വറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും കിണറുകൾ ആണ് ഈ ശുദ്ധജലത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ അത് പൈപ്പ് ലൈൻ സർവീസുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള സർവീസുകൾ ഉണ്ട് എങ്കിൽ പോലും അവിടെയും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ ജലാശയങ്ങളിൽ നിന്ന് ജലം എത്തിച്ച് അത് ശുദ്ധീകരിച്ചാണ് ഈ പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യുന്നത് എങ്കിൽ ജലാശയങ്ങളിൽ അടക്കം ഇപ്പോൾ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഒപ്പം ഈ ചൂട് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു വിഭാഗം എന്നത് കാർഷിക മേഖലയിൽ ഉള്ളവർ ആണ്. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, അവരുടെ അധ്വാനം പ്രധാനമായും പകൽ സമയത്താണ് എന്നുള്ളതാണ്. പല കർഷക തൊഴിലാളികൾക്കും ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അത്രമേൽ തീഷ്ണമായ സൂര്യകിരണങ്ങൾ ആണ് ഇപ്പോൾ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും അവരുടെ സമയക്രമമൊക്കെ മാറ്റിയിട്ടുണ്ട്. പുലർച്ചെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുക, അതിനുശേഷം വിശ്രമിക്കുക, ഒപ്പം സന്ധ്യാസമയത്ത് വീണ്ടും ജോലി ചെയ്യുക. ഇങ്ങനെ സമയം ക്രമീകരിച്ച് ആണ് കർഷകർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ പോലും വലിയ തോതിലുള്ള വിളനാശം കൂടിയാണ് ഇപ്പോൾ ഈ ചൂട് കാരണം ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രതിസന്ധിയിലായിട്ടുള്ളവർ ഏലം കർഷകർ ആണ്. നമുക്കറിയാം, സാധാരണ പല തോട്ടങ്ങളുമൊക്കെ നനയ്ക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്, ജലസേചന സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഏലം പോലെ ഉള്ള കർഷകർ അല്ലെങ്കിൽ കുരുമുളക് കർഷകരൊക്കെ അങ്ങനെ അല്ല കൃഷി ചെയ്യുന്നത്. അതൊരു പ്രകൃതി കൂടി കനിയുമ്പോഴും പ്രകൃതിയുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ആണ് അവർ വിളവിറക്കുന്നത്. അത്തരം ഭൂപ്രദേശങ്ങളിൽ ആണ് ഏലമൊക്കെ. നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്, ഹൈ റേഞ്ച് മേഖലകളിൽ ഒക്കെ ഇടുക്കിയിലും ഒക്കെ അധികമായി ഏലം കർഷകരുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അതികഠിനമായ ചൂട് ഏലം കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. കുരുമുളക് കർഷകർക്ക് നല്ല ഫലം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം പുഷ്പകൃഷി, അത് കേരളത്തിൽ വ്യാപകമല്ല എങ്കിൽ പോലും കേരളത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായ പുഷ്പകൃഷിയുണ്ട്. അത് നശിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. കശുവണ്ടി കർഷകർക്ക് വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നു. തേയിലത്തോട്ടങ്ങളിൽ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നു. മാമ്പഴ കർഷകർ അടക്കം പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാർഷിക മേഖലയെയും ഈ അതികഠിനമായ ചൂട് വലിയ തോതിൽ പ്രതിസന്ധിയിൽ ആക്കുകയാണ്. അപ്പോഴും നമുക്ക് ചെറിയൊരു ശുഭസൂചനയുള്ളത് മഴ ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് ഒറ്റപ്പെട്ട മഴയാണെങ്കിൽ പലപ്പോഴും ഈ വിളകൾക്ക് കൂടുതൽ നാശമാണ് സംഭവിക്കുക അത്തരം മഴകൾ എന്നതാണ്. അത് കർഷകർക്ക് കൃത്യമായി അറിയാം. അതായത് വറുതിയിൽ നിൽക്കുന്ന ഒരിടത്തേക്ക് ചെറിയ തോതിൽ മഴ പെയ്തതുകൊണ്ട് ഈ കൃഷിഭൂമിയിൽ കാര്യമായ മാറ്റമല്ല ഉണ്ടാകുന്നത്, അത് കൂടുതൽ നഷ്ടങ്ങളാണ് വരുത്തിവെക്കുക. അതിനപ്പുറത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നല്ല മഴ അല്ലെങ്കിൽ വേനൽ മഴ എന്നത് ലഭിക്കുമോ എന്ന ആശങ്ക തന്നെയാണ് തുടരുന്നത്. അതായത് വരും ദിവസങ്ങളിലും ചൂട് കൂടുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.